ഗ്രാമങ്ങളാണ് ഭാരതത്തിന്റെ ആത്മാവും സത്തയും. ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 75% ഈ ഗ്രാമങ്ങളിലാണ് വസിക്കുന്നത്. ഗ്രാമീണ ജീവിതം ആകാംക്ഷാപൂർണവും ബലഹീനാത്മകവുമാണെന്നുള്ളത് ലോകമെമ്പാടും അറിയപ്പെടുന്ന വസ്തുതയാണ്. ഒരു ദരിദ്ര ഗ്രാമീണന്റെ അവസ്ഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ വികസനത്തിന്റെ മാനദണ്ഡം. ഗ്രാമജീവിത നിലവാരം പുരോഗതി പ്രാപിക്കാതെ നാം പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്നത് അസാധ്യമാണ്. ഗ്രാമവികസനത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് ഇന്നത്തെ ആവശ്യകത മാത്രമല്ല, ഓരോരുത്തരുടെയും കടമയും കൂടിയാണ്. ഈ ആശയം ഉൾക്കൊണ്ട് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം പല നൂതന പദ്ധതികളും പരിപാടികളും ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കായി ആവിഷ്കരിച്ചിരിക്കുന്നു. ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗ്രാമവികസന വകുപ്പും ഭൂസമ്പത്ത് വകുപ്പും കുടിവെള്ളത്തിന്റെ വകുപ്പും ഈ പദ്ധതികളെ ഗുണപരമായി ആവിഷ്കരിക്കുവാൻ സ്ഥിരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമീണരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളും പരിപാടികളും പ്രവർത്തന രീതികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വിധത്തിലുള്ള പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, സ്വർണ ജയന്തി സ്വരോജ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീണ റോജ്ഗാർ യോജന, ഇന്ദിരാ ആവാസ് യോജന തുടങ്ങിയ ഗ്രാമീണ വികസന പദ്ധതികൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. സർക്കാರದ ಅನೇಕ ಯೋಜನೆಗಳು ಇದಾವೆ, ಅದರ ಲಾಭ ಏನಂತ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. ധാരാളം സർക്കാർ പദ്ധതികൾ നടപ്പിലുണ്ട്. ആരും എന്നോട് അവയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. അവ മൂലം എനിക്ക് ഒരു ലാഭവുമില്ല. പ്രസിഡന്റായ എനിക്കും മെമ്പേഴ്സിനും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയെക്കുറിച്ച് കൂടുതലായി അറിയില്ല. അതുകൊണ്ട് ഗ്രാമവികാസ് ആന്തോളനം പോലെയുള്ള പദ്ധതികളിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്നതിനും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കുന്നു. സമൂഹത്തിലുള്ളവർക്കിടയിലുള്ള മതിയായ വിവരങ്ങളുടെയും ബോധവത്കരണത്തിന്റെയും കുറവാണ് ഈ പദ്ധതികളുടെ ആവിഷ്കരണത്തിനുള്ള അടിസ്ഥാന വസ്തുത. അതിനാൽ ഗ്രാമീണർക്ക് ഈ പദ്ധതികളുടെ യാതൊരു പ്രയോജനവും ലഭ്യമാകുന്നില്ല. ഈ അവസ്ഥയിൽ ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന വകുപ്പ് വിവിധ പദ്ധതികളെയും പരിപാടികളെയും കുറിച്ച് ഗ്രാമീണരെ ബോധവാന്മാരാക്കാനായി രാജ്യത്തിലുടനീളമുള്ള 1000-ഓളം NGO-കൾ സജീവമായി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഗ്രാമവികാസ ആന്തോളൻ എന്ന പരിപാടി ആരംഭിച്ചിരിക്കുന്നു. जितनी भी योजनाएं हैं, चाहे रोजगार गारंटी की योजना हो अथवा भारत निर्माण का कार्यक्रम हो, गरीबों के घर बनाने का हो, पानी पीने का हो, गांव में गरीबों का घर में शौचालय बनाने का हो, स्वरोजगार का हो, ये सभी योजनाओं की पूरी जानकारी गरीब आदमी को, आम आदमी को नहीं है. तो उसी को जानकारी देने और जन भागीदारी कराने और निगरानी करने के लिए सरकारी स्तर पर तो हो ही रहा है, गैर सरकारी स्तर पर भी जो NGO के लोग हैं, ये सभी तरह की जानकारी देने के लिए ग्रामीण विकास आंदोलन के नाम से कार्यक्रम की शुरुआत हुई है कपाट के द्वारा. इसमें आम NGO, आम लोगों से राजनीतिक कार्यकर्ता, सामाजिक कार्यकर्ता, बुद्धिजीवी, ज्ञानी, मीडिया, ये सभी तरह के गांव में बसने वाले लोग, सभी लोग मिलजुल करके ग्रामीण विकास की सारी योजनाओं को लोगों को बताएं, जानकारी दें और लोगों को भागीदार बनाएं, इसमें शामिल करें और इस पर निगरानी रखें. महात्मा गांधी कहा करते थे, देश की आत्मा गांव में बसती है. गांव जब तक विकास नहीं करेगा, तरक्की नहीं करेगा, गांव स्वच्छ नहीं रहेगा, गांव से बेरोजगारी और गरीबी नहीं हटेगी, तब तक हिंदुस्तान आगे नहीं बढ़ेगा. इसी उद्देश्य और इसी गांधी, गांव, गरीब, इन तीनों सिद्धांत को लेकर चलेगा ग्रामीण विकास आंदोलन. കപ്പാട്ട് ഈ ഗ്രാമവികാസ ആന്തോളനത്തിന്റെ നേതൃത്വവും മേൽനോട്ടവും വഹിക്കുന്നതോടൊപ്പം ധനസഹായവും നൽകുവാൻ സന്നദ്ധരായിരിക്കുന്നു.
in a country such as India, where the problems of the rural communities are so vast and so enormous, we definitely require the assistance of every agency which can support government in trying to improve the lives of the rural people. And I must say my team of officers all over the country have done a wonderful job in bringing about this partnership together. The results are becoming visible, and the ultimate objective of this program is to ensure that the money which is intended for the rural poor, which is allocated to Zilla Parishads or to village panchayats, is spent on development programs. ഗ്രാമവികാസ ആന്തോളനത്തിന്റെ പ്രധാനോദ്ദേശം ഗ്രാമീണരെ പൊതുജനക്ഷേമ പരിപാടികളെക്കുറിച്ചും അവയുടെ ശക്തമായ നിയന്ത്രണത്തെക്കുറിച്ചും കുടിവെള്ള സംരക്ഷണം, വിതരണം, നിയന്ത്രണം എന്നിവയെക്കുറിച്ചും ബോധവത്കരിക്കുക എന്നുള്ളതാണ്. Under the Gramin Vikas Andolan, the NGOs which have been chosen have steadfast commitment and passion in their work. For all the rural development programs, they must act as change agents so that the people get best out of these programs. I am very hopeful that the NGOs not only keep up their well-intentioned activism but also step it up in the days to come. GVAയുടെ പ്രധാനപ്പെട്ട അംശങ്ങളിൽ ഒന്ന് ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രമായുള്ള പരിശീലന പരിപാടിയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും ഗ്രാമങ്ങളിൽ നിന്നുമുള്ള 5 യുവാക്കൾക്കും സ്വാശ്രയ ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള 3 അംഗങ്ങൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കിന്റെ NGOയുടെ പ്രതിനിധികൾക്കും ഗ്രാമതല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പരിശീലനം നൽകപ്പെടും. ഈ 2 ദിന ബ്ലോക്ക് തലത്തിലുള്ള പരിശീലന പരിപാടികളിൽ 50-55 വ്യക്തികൾ പങ്കെടുക്കുന്നതായിരിക്കും. അവരിൽ 50% സ്ത്രീകളായിരിക്കും. ഇപ്രകാരമുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അവസരം നൽകുമ്പോൾ വ്യക്തികളെ കൂടാതെ സമൂഹമൊട്ടാകെ പരിശീലന പരിപാടികളിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നു. പരിശീലനങ്ങൾക്ക് ശേഷമുള്ള അവരുടെ പ്രവർത്തനവും മെച്ചപ്പെട്ടതാണ്. മൂന്ന് പഞ്ചായത്തുകൾ വീതം ഒരു വികാസ് സാരഥി ഗ്രൂപ്പ് എന്ന തരത്തിലുള്ള രൂപീകരണമായിരിക്കും GVAയുടെ 2ാം ഘട്ട നടപടി. സ്വാശ്രയ ഗ്രൂപ്പിനാൽ രൂപീകരിക്കപ്പെട്ട ടീമിൽ പരിശീലനം നേടിയ 15 യുവാക്കളും യുവതികളും കൂടാതെ അംഗങ്ങളാകുവാൻ താൽപര്യമുള്ളവരും അടങ്ങിയിരിക്കും. ഈ ടീമുകൾ ബോധവത്കരണാർത്ഥം പ്രഭാത് ഭേരി, സൈക്കിൾ റാലികൾ, ഫോട്ടോ പ്രദർശനങ്ങൾ, തെരുവ് നാടകങ്ങൾ, പാവക്കളികൾ തുടങ്ങിയ അനേകം വിനോദ പരിപാടികൾ സംഘടിപ്പിക്കും. मैं मानता हूं कि जो ये सरकारी जो योजनाएं हैं, സർക്കാർ തന്നെ ഈ വക പരിപാടികൾ ജനങ്ങളിൽ എത്തിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റുള്ളവർ സർക്കാരിനോടൊപ്പം സഹകരിച്ചാൽ മതിയാകും. ഒരു പദ്ധതിയുടെ നന്മകളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിനെ സാധ്യമാകും. और सरकार को ही मालूम होती है. ഓരോ പഞ്ചായത്തിലുമുള്ള നിരീക്ഷണ ഏജൻസിയോ സമ്മർദ്ദ ഗ്രൂപ്പോ ഒരു വിവരവിതരണ യൂണിറ്റായി പ്രവർത്തിക്കും. ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ പൊതുജന സഹകരണത്തോടുകൂടി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കും. സാമർഥ്യ ഗ്രൂപ്പിന്റെ അംഗമെന്ന നിലയ്ക്ക് പദ്ധതികൾ പൂർണ്ണ നേട്ടം കൈവരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും എന്റെ ചുമതല. എന്നെപ്പോലെ അഭ്യസ്തവിദ്യരായ എല്ലാ യുവാക്കളും സന്ദേശം ലക്ഷ്യത്തിലെത്തുന്നുണ്ടോ എന്നും പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. വികസന പരിപാടികളിൽ ഗ്രാമീണരെ സജീവമായി പങ്കെടുപ്പിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുവാനായി സ്വാശ്രയ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലികൾ നടത്തുന്നതായിരിക്കും.
ವಿದ್ಯಾಸಂಸ್ಥೆಗಳಲ್ಲಿ ಮತ್ತೆ ಶಾಲಾ ಕಾಲೇಜುಗಳಲ್ಲಿ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള അധ്യാപകരിലൂടെയും വിദ്യാർത്ഥികളിലൂടെയുമാണ് ഞങ്ങൾ പൊതുജനത്തെ സമീപിക്കുന്നത്. അവരിലൂടെയുള്ള ആശയവിനിമയം പദ്ധതികളുടെ സുഗമമായ പ്രചരണത്തെ സഹായിക്കും. പ്രാദേശിക ജനങ്ങളുടെ ആവശ്യപൂർത്തീകരണം ലക്ഷ്യമാക്കി ഓരോ ഗ്രാമത്തിലും വികസന പരിപാടികൾക്കായി വികാസ് പാഠശാലകൾ നടപ്പാക്കുന്നതാണ് അടുത്ത ഘട്ടം. ഈ പാഠശാലകളെ ഇതര സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്വാശ്രയ ഗ്രൂപ്പുകൾ എന്നിവരുമായി ഏകോപിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തമായ സംരംഭമായിരിക്കും ഇത്. In my experience in development activities, I have realized that the role of the NGOs in creating awareness about the rural development programs of the government and acting as a catalyst for its full implementation is the best option. Thus, the role of the NGOs at the grassroots level has assumed greater importance now. സർക്കാർ നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നത് ഓരോ പൗരന്റെയും അവകാശവും കടമയുമാണ്. നിങ്ങൾ ഗ്രാമത്തിൽ നിന്നുമായിരിക്കാം വരുന്നത്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട പദ്ധതികളെക്കുറിച്ച് അറിയാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. യാതൊരു മടിയും കൂടാതെ അവയിലൂടെ പ്രയോജനം നേടൂ. സർക്കാരിന്റെ പദ്ധതികൾ നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. പദ്ധതികളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ശരിയായ പരിഹാരം. നിങ്ങൾ മാത്രം പദ്ധതിയെക്കുറിച്ച് ബോധവാന്മാരായാൽ പോരാ, മറിച്ച് മറ്റുള്ളവരിലും ബോധവത്കരണം ഉളവാക്കണം. ഉണരൂ, എഴുന്നേൽക്കൂ, ഒരു ഉത്തമ പൗരനാകൂ.